ഞാൻ പറയുന്ന ഒരു സീനെന്ന് സങ്കല്പിച്ചു നോക്കുക. അതായത് നിങ്ങളൊരു 10-12 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് ആ ഒരു മാസത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കിട്ടുന്നതാണല്ലോ നിങ്ങളുടെ ശമ്പളം, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ്. ഇതിൽ നിന്ന് ഒരു വളരെ വലിയൊരു ശതമാനം, അതായത് 50-60% നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണെന്ന് വയ്ക്കുക. എന്നുവെച്ചാൽ അത് ഒരു മാസമല്ല, എല്ലാ മാസവും എന്ന് പറയുന്നത് 1, 2, 3, 10 വർഷങ്ങളിലേക്ക് അയക്കാം. നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളുടെ പൈസ, അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും പോലും പറ്റാത്ത ഒരവസ്ഥയിലുള്ള, എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരൻസിൻ്റെ ഹെൽത്ത് കെയറോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനോ അതേപോലത്തെ കാര്യങ്ങൾ പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ പോലും ഒരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ ഒരാൾ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കാര്യം ഇങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ. അപ്പോൾ ഇതേ സെയിം അവസ്ഥയിലൂടെയാണ് ഒരു കടക്കെണി, അതായത് ഒരു ഡെഡ് ട്രാപ്പിലുള്ള ഒരാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ചെറിയൊരു ലോണോ അല്ലെങ്കിൽ ചെറിയൊരു കടവും വാങ്ങിച്ചിട്ട് തുടങ്ങിയിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കാറ് വാങ്ങാൻ നേരത്ത് അതിൻ്റെ EMI, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ നേരത്ത് അതിൻ്റെ EMI, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി അവസാനം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക്, അതായത് നിലവിലുള്ള ജോലി കൊണ്ടോ നിലവിലുള്ള ഫിനാൻഷ്യൽ മാർഗ്ഗങ്ങൾ കൊണ്ടോ ഒരു തരത്തിലും ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് ഒരാളൊരു കടക്കെണിയിലേക്കൊക്കെ പെട്ടുപോയി, അല്ലെങ്കിൽ കടക്കെണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നതായി ഒരേ ഒരു കാര്യത്തിലാണ്, എങ്ങനെ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു കടക്കെണിയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് പുറത്തു വരാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അതിനെപ്പറ്റി മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ആക്ച്വലി ഒരു 4 പോയിൻ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 4 പോയിന്റ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൂടെ ഒരു നോട്ടൊക്കെ കീപ്പ് ചെയ്തിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണെന്ന് ഞാൻ പറയില്ല, എന്നാലും പോസിബിൾ ആണ്. ഒരു ഡെറ്റ് റിക്കവറിയിൽ നിന്നൊക്കെ കടന്നു വരാൻ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരു വാല്യൂം ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോയിക്കോളാം. ഇറ്റ്സ് മീ യാസിൻ കെ മുഹമ്മദ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയാൻ നേരത്ത് നാട്ടിലുള്ള എല്ലാ ആൾക്കാരും എല്ലാ വീഡിയോസും തരുന്ന ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഉപദേശമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കുറക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ചിലവുകൾ കുറക്കുക, ചിലവുകൾ കുറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പൈസ എടുത്തിട്ട് ഈ കടങ്ങളിലേക്കൊക്കെ അടച്ചു കൊടുക്കാമല്ലോ, അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. ഇതാണ് മറ്റുള്ളവരുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെൻസ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് അല്ല, അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് നിങ്ങൾ കട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പാരൻസിൽ വരുന്ന ഒരു ഹെൽത്ത് കെയറിൻ്റെ ചിലവോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പേഴ്സണലായിട്ടുള്ള ചിലവോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ ചിലവോ, അല്ലെങ്കിൽ ഫുഡിൻ്റെ ചിലവോ, ഇപ്പോൾ ചിലവ് കുറച്ചേക്കാന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തേക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ച് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബേസിക് ആയിട്ടുള്ള ചിലവുകൾ കാര്യങ്ങളൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചിലവ് കുറയ്ക്കുന്നതിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾട്ടായിട്ടുള്ള കാര്യം നമുക്ക് പോസിബിളാണ്. അതായത് വരവ് കൂട്ടാൻ, അതായത് ഇൻകം കൂട്ടാൻ നമുക്ക് എപ്പോഴും പോസിബിളാണ്. അപ്പോൾ ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇൻകം പെട്ടെന്ന് എങ്ങനെ കൂടുന്നത്, പൈസ പെട്ടെന്ന് എങ്ങനെ കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള ബേസിക് ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളതുകൊണ്ടും ആയിരിക്കാം മേ ബി ഈ ഒരു ഡെറ്റ് ട്രാപ്പിലേക്ക് വീണ് പോകുന്നത് പലരും. ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയുടെ കൂടെ ഒരു സൈഡ് ഹസിൽ ബിൽഡ് ചെയ്തെടുക്കാനോ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കൂടെ ഇപ്പോൾ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴോ ഒരു ചെറിയ മറ്റൊരു വരുമാന മാർഗ്ഗത്തിലേക്ക് ഫോക്കസ് ചെയ്യാനോ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരാൾ മാത്രം വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏബിളായിട്ടുള്ള മെമ്പേഴ്സ് നിങ്ങളുടെ ഫാമിലിയിലുണ്ടെങ്കിൽ അവർക്കും ഒരു വർക്കോ അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റോ കണ്ടെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയിട്ട് എങ്ങനെ ഒരു കുടുംബത്തിൻ്റെ വരുമാനം മാക്സിമം ഉയർത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ സംസാരിച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ എക്സ്പെൻസ് കട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഇൻകം, അതായത് വരുമാനം ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വരുമാനം ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടെ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു പരിധി വരെയൊക്കെ നിങ്ങളുടെ ഡെറ്റ് കുറച്ച് കൊണ്ടുവരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കയറാണ്. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് പോയിന്റ് ആണ് പലർക്കും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കടത്തിൻ്റെ, നിങ്ങൾ എത്ര രൂപ എത്ര പേർക്ക് കൊടുക്കാനുണ്ടെന്നുള്ളതിൻ്റെ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചൊരു 1000 രൂപയാണെങ്കിൽ പോലും അതെന്തിനാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും തോന്നാം. പക്ഷേ ഞാൻ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
ഏറ്റവും ചെറിയ എമൗണ്ട് മുതൽ ഏറ്റവും വലിയ എമൗണ്ട് വരെ പലർക്കും ഈ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ പേടിയായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു എമൗണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉറക്കം പോകും, എൻ്റെ പ്രഷർ കൂടുമെന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു 1-2 വർഷത്തിൽ ഈ ഒരു പ്രോബ്ലം തന്നെ ഇല്ലാതാക്കി കളയാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെറ്റ് ഒരു ചെറിയ എന്താ പറയുക ഒരു ക്യാൻസർ പോലെയാണ്. ഒരു ചെറിയ ഭാഗം വരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വളർന്നു വന്നിട്ട് വളരെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറഞ്ഞ് കിടക്കുന്നില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ എമൗണ്ട് മുതൽ ഏറ്റവും വലിയ എമൗണ്ട് വരെ, അത് പലിശ ആയിക്കോട്ടെ പലിശ ഇല്ലാതായിക്കോട്ടെ, നിങ്ങളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കോളത്തിൽ നിങ്ങൾ ആർക്കാണോ എന്താണോ കൊടുക്കാനുള്ളത്, രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ എത്ര രൂപയാണോ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത്, ഓരോ ലോണിലേക്ക് മടക്കാനുള്ളത്, ഒരു EMI എത്രയാണ്, ഒരു EMI എത്രയാണെന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് കോളം എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോളം ഇൻട്രസ്റ്റ്, അതായത് പലിശ എത്രയാണ് ഓരോ ബാങ്കുകളോ അല്ലെങ്കിൽ ഓരോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് എന്ന് ലിസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ ഇടയിലും ജീവിക്കുന്ന ഒരാളായതെന്ന് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ഫിനാൻഷ്യൽ സ്ഥാപനം ചാർജ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ എന്താ പറയുക ഒരു പോളിസി അനുസരിച്ചിട്ടായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. ഇത്ര X% എന്നുള്ള രീതിയിലായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ തോട്ടിൽ അത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, അത് ഇത്ര ശതമാനമായിരിക്കും അതിൻ്റെ പലിശ, ഒരു 10% ആയിരിക്കാം, 12% ആയിരിക്കാം. ആ 12% പലിശയിൽ നിങ്ങളൊരു 3 EMI മുടക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക ഒരു പിഴപ്പലിശ എന്നുള്ള രീതിയിലേക്ക് ഇത് എത്ര പെർസെൻറ്റേജിലാണ് ഇത് കോമ്പൗണ്ടായി പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ഏതാണോ ധനകാര്യ സ്ഥാപനം അവിടെ ഡയറക്റ്റായിട്ട് പോയിട്ട് നിങ്ങളുടെ ലോണോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ശതമാനം എത്ര രീതിയിലാണ് കൂടുന്നത്, എത്ര പെർസെൻറ്റേജിലാണ് കൂടുന്നതെന്ന് ഡയറക്റ്റായിട്ടൊരു കൺഫേം ചെയ്തിട്ട് നിങ്ങൾ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ 10% ഇൻട്രസ്റ്റ് ആണെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യത്തിന് ഒരു 5% അറിയാൽ മതി. ഒരു 5% ഒരു വലിയൊരു ലോണിൽ 5% ഒക്കെ ഒരു ഡിഫറൻസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാൽക്കുലേഷൻസ് മൊത്തത്തിൽ തെറ്റും. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഓരോ ലോൺസിനും ചാർജ് ചെയ്യുന്നത് ആ ഇൻട്രസ്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് എഴുതിയിട്ട് അത് രണ്ടാമത് വെരിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. നാലാമത്തെ കോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് ഇതേപോലെ തന്നെ നിർത്താൻ നിങ്ങൾ മിനിമം എത്ര ഓരോ മാസവും അടക്കണം. നിങ്ങൾ മിനിമം എത്ര രൂപ ഒരു മാസം അടക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരു EMIയിൽ ഇപ്പോൾ ഒരു 1500 രൂപയുടെ ഒരു EMI ആണെങ്കിൽ അത് മിനിമം അതിൽ കുറച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ബൗൺസ് ആയിട്ട് ആകെ പിന്നെ വലിയ പ്രശ്നങ്ങളായി. അപ്പോൾ അതൊക്കെയാണ് അതായത് മിനിമം നിങ്ങൾ ഇത്ര എമൗണ്ട് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോണ് ഇതേ എമൗണ്ടിൽ തന്നെ നിർത്താൻ പറ്റും. ഇപ്പോൾ ചില കാർഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ബാലൻസ് അടച്ചും ചിലപ്പോൾ ഒരു പക്ഷേ മുന്നോട്ട് പോകാം. ഒരു മിനിമം ബാലൻസ് അടച്ചും ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സൂക്ഷ്മം കണ്ടൊക്കെ ചെയ്യുക. മിനിമം എത്രയാണ് നിങ്ങളിപ്പോൾ ഒരു മാസം അടക്കേണ്ടതെന്നുള്ള രീതിയിലൊരു വ്യക്തത വരുത്തുക. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ഈ ഒരു എമൗണ്ട് കിട്ടിക്കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെൻസ് എത്രയാണ് അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വെച്ചിട്ട് നിങ്ങളുടെ കടം വിടാം എന്നുള്ള രീതിയിൽ. മനസ്സിലായോ? അതിൽ ആ ഒരു പൈസ എത്രത്തോളം കൂടുന്നോ, ആ സർപ്ലസ് എമൗണ്ട് എത്രത്തോളം കൂടുന്നോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ 15,000 രൂപ എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ലോണിൽ അടവുകളും കാര്യങ്ങളും മിനിമം അടക്കാൻ വേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 50,000 വരുമാനമുണ്ട്, 20,000 എന്നുള്ള എക്സ്പെൻസ് ആണെന്ന് വെച്ചു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 30,000. 30,000 നിന്ന് 15,000 രൂപ മിനിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് 15,000 രൂപയുണ്ട്. അപ്പോൾ ഈ 15,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കടം എങ്ങനെ വിടണമെന്നുള്ളത് നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയാം. പക്ഷേ നിങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ട്. ഈ ഒരു രീതിയിലുള്ള എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കടം കുറച്ചെങ്കിലും വീട് തുടങ്ങാനുള്ള രീതിയിൽ. അപ്പോൾ ഇനിയാണ് തേർഡ് പോയിന്റ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ലിസ്റ്റിൽ ഒരു ഫിഗർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം കുറച്ച് നോക്കിയിട്ട് ബാക്കി ഇത്ര ഒരു എമൗണ്ട് ഉണ്ട്. ഈ ഒരു എമൗണ്ട് നെഗറ്റീവായിട്ട് പോകുന്ന പല കേസസും ഉണ്ട്. അതായത് ഒരു മാസത്തെ EMI അടക്കാൻ വേണ്ടി ഓരോ മാസം ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്രോതസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തുക, പുതിയത് എന്തെങ്കിലും നോക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ടെറിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കരുത്. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നൊക്കെ എങ്ങനെ ഫിനാൻഷ്യൽ വരുമാനം കൂട്ടിയെടുക്കാം എന്നുള്ള രീതിയിലേക്ക് ശ്രമിക്കുക. ഈ ഒരു എമൗണ്ട് സർപ്ലസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇനിയാണ് നിങ്ങൾ ആസ് എ പേഴ്സൺ ചൂസ് ചെയ്യേണ്ടത്. അതാണ് തേർഡ് പോയിന്റ്.
തേർഡ് പോയിന്റായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ഉണ്ട് കടം വീഴാൻ വേണ്ടി. അതായത് പലിശയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കടങ്ങളൊക്കെ വീഴാൻ വേണ്ടി ലോകമെമ്പാടുമായിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്ന 2 മെത്തേഡ്സാണ്. ഒന്ന് ഡെറ്റ് സ്നോബോൾ മെത്തേഡും, 2 ഡെറ്റ് ആവലാൻഷി മെത്തേഡും. അപ്പോൾ ഡെറ്റ് സ്നോബോൾ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ കടമുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ലിസ്റ്റിലെ എല്ലാ കടങ്ങളും നമ്മൾ എഴുതി വെച്ചു. ഇതിലിപ്പോൾ ഒരു 5000 രൂപ, ഇപ്പോൾ 10000 രൂപ സർപ്ലസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5000 രൂപ ഒരാൾക്ക് കൊടുക്കാണ്ട് ആ 5000 രൂപ കൊടുത്ത് തീർക്കുക. ഒരു 10000 രൂപ ജസ്റ്റ് അടച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ കാർ ലോൺ തീരും, അല്ലെങ്കിൽ ഒരു 2 വീലർ ലോൺ തീരും. അതപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് കളയാം. മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിൽ വളരെയധികം ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ ഒരു മെത്തേഡ് ആരൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന, പെട്ടെന്ന് എന്താ പറയുക കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒരു ക്ഷമയോടെ ഒരു പേഷ്യൻസോടെ കുറേ നാളത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പ്രോസസ്സാണ്, ഒരു 1-2 വർഷം നീണ്ട ഒരു പ്രോസസ്സാണ്. അത്രയും നാളൊന്ന് ക്ഷമിച്ചിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡാണിത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കടം ക്ലോസ് ചെയ്യാൻ നേരത്ത് നെക്സ്റ്റ് മന്ത് നോക്കാൻ നേരത്ത് നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ ആ ഒരു കടമില്ല. മനസ്സിലായി? അപ്പോൾ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നൽകും. ഫിനാൻഷ്യലായിട്ട് കുറച്ച് വരുമാനം കൂട്ടാനും ആ കൂടുതൽ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സർപ്ലസ് എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള കടങ്ങളിലേക്ക് തീർക്കാനും വേണ്ടി. അപ്പോൾ ഈ ചെറിയ ചെറിയ കടങ്ങൾ തീർത്ത് ഓരോ പീരീഡ് ഓഫ് ടൈം നമുക്ക് വലിയ വലിയ കടങ്ങളിലേക്കുള്ള സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഉള്ള എമൗണ്ട്സ് പേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലൊരു റിസ്ക് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വലിയ വലിയ ലോൺസിൻ്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭീഷണിയാണ്. അപ്പോൾ അതിലും ഒരു കണ്ണ് വേണം. ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുള്ളവർ മാത്രം ഈ ഒരു ഡെറ്റ് സ്നോബോൾ മെത്തേഡ് ചൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറ്റ് ആവലാൻഷി മെത്തേഡാണ്. ഇത് കുറച്ച് പ്രാക്ടിക്കലായിട്ടും ലോജിക്കലുമായിട്ടും ചിന്തിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ച് ഒരു 1-2 വർഷം കറക്റ്റ് ഒരു ഡിസിപ്ലിനിലൂടെ പോകാൻ, ഒരു പേഷ്യൻ്റ്ലി പോകാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്കും വേണ്ടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ ലിസ്റ്റ് നിങ്ങൾ ഇട്ടല്ലോ, ഈ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് വരുന്ന ലോണോ അല്ലെങ്കിൽ EMI എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വരുന്ന ഈ സർപ്ലസ് എമൗണ്ട് ആ ഇൻട്രസ്റ്റ് കൂടുതൽ വരുന്ന ഒരു ലോണിലേക്ക് അടക്കുക. ആ ഒരു ലോണിലേക്ക് അടച്ചതിന് ശേഷം അതിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോങ് റണ്ണിൽ നിങ്ങളുടെ ഒരുപാട് പലിശയും ഒരുപാട് പൈസയും ആക്ച്വലി സേവ് ചെയ്യുന്നതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 1-2 വർഷങ്ങൾ നിങ്ങൾ എപ്പോഴാണോ എങ്ങനെയാണോ ഇത് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും കാലയളവ് നിങ്ങൾക്ക് ഈ ഒരു ഡിസിപ്ലിനോടെ ടെൻഷനൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. എന്നാൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാൻ പാടുള്ളൂ. ഇല്ലാത്ത പക്ഷം ഫസ്റ്റ് മെത്തേഡ് ഇസ് ബെസ്റ്റ് ഫോൺ. 3ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം ഇനി 4ാമതുള്ള ആകെ ഒരൊറ്റ വളരെ ചെറിയൊരു പോയിന്റാണ്, പക്ഷേ എൻ്റെ ഒരു ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോസസ്സാണ്. ഈ ഒരു ഡെറ്റ് ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വളരെ വലിയൊരു പ്രോസസ്സാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേഷ്യൻസ്, ഒരുപാട് ക്ഷമ, അല്ലെങ്കിൽ ഒരുപാട് മനസ്സിന് ഉള്ളൊരു കട്ടി, ഇതൊക്കെ ആവശ്യമുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ്സോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിലവഴിക്കുന്നത് വളരെയധികം കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക്കലി നിങ്ങൾ സർവൈവ് ചെയ്ത് എക്സ്പെൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സർവൈവ് ചെയ്യുക, ഫിനാൻഷ്യൽ വരുമാനങ്ങൾ കൂട്ടിയെടുക്കുക, ആ കൂട്ടിയെടുത്ത വരുമാനം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അടക്കുക. ഇതെല്ലാം ഒരു 1-2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം എന്നുള്ളൊരു പീരീഡിലേക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ അറ്റ് ദ എൻഡിൽ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ 1-2-3 മാസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ എത്രയാവും നിങ്ങളുടെ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ കടം അത് എങ്ങനെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ പോലും വലിയ കടങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഒരു 1.5 അല്ലെങ്കിൽ 2 വർഷങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ അത്രയും നാൾ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ വീഡിയോയുടെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലത്തെ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഇതേപോലത്തെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക, എങ്ങനെ ഇവരുടെയൊക്കെ ഒരു ലൈഫിലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനിപ്പോഴും കോൺഫിഡൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ഒരാൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് അവരുടെ ഫിനാൻഷ്യൽ ജേർണിയിൽ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നീടും പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ലാത്ത പക്ഷം ഒരു വാല്യൂം ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് ഇട്ടിട്ട് പോയിക്കോളുക. താങ്ക് യു സോ മച്ച്.